ഇലക്ട്രിക് വാഹനങ്ങളും സോളാർ പാനലുകളും ഉപയോഗിച്ച് ആഗോള വിപണിയിൽ വലിയ സ്വാധീനം നേടിയ ചൈന ഇപ്പോൾ മറ്റൊരു മേഖലയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളാണ് ചൈനയുടെ പുതിയ ലക്ഷ്യം. വളരെ കുറഞ്ഞ ചെലവിൽ ഇവ നിർമ്മിച്ച് ലോകമെമ്പാടുമുള്ള വിപണികളിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്നാൽ ഈ മുന്നേറ്റം സാങ്കേതിക വിദ്യയുടെ വളർച്ച മാത്രമല്ല, സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്ക ഇതിനോട് കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ അഥവാ FCC ചൈനീസ് നിർമ്മിത ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെയും 4 കാലുള്ള ക്വാഡ്രപ്റ്റ് റോബോട്ടുകളുടെയും ഇറക്കുമതിക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകാമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഇതോടൊപ്പം വിദേശ നിർമ്മിത റോബോട്ടുകൾക്ക് അമേരിക്കയിൽ അനുമതി ലഭിക്കണമെങ്കിൽ അവയിലെ ഘടകങ്ങളിൽ കുറഞ്ഞത് 65% അമേരിക്കയിൽ നിർമ്മിച്ചതായിരിക്കണമെന്ന നിബന്ധനയും കൊണ്ടുവന്നിട്ടുണ്ട്. അമേരിക്കൻ നിർമ്മിത ചിപ്പുകളും പ്രധാന ഘടകങ്ങളും ഇല്ലാത്ത ചൈനീസ് കമ്പനികൾക്ക് ഇനി ലൈസൻസ് ലഭിക്കില്ല. ഇതോടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. സോളാർ പാനലുകൾ, ഡാറ്റാ സെന്ററുകൾ, വൈദ്യുതി വിതരണ ശൃംഖലകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ചൈനീസ് നിർമ്മിത കണക്റ്റഡ് പവർ ഇൻവെർട്ടറുകളുടെയും ഇറക്കുമതി അമേരിക്ക തടഞ്ഞിട്ടുണ്ട്. ഹ്യൂമനോയിഡ് റോബോട്ടുകളിൽ ഉയർന്ന നിലവാരത്തിലുള്ള ക്യാമറകൾ, ലൈഡാർ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സെന്ററുകൾ എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവയുടെ സഹായത്തോടെ അമേരിക്കൻ പൗരന്മാരുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിക്കാനും ആ വിവരങ്ങൾ ചൈനീസ് ഏജൻസികളുടെ കൈകളിലെത്താനും സാധ്യതയുണ്ടെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. അതേസമയം ചൈനീസ് കമ്പനികളുടെ കടുത്ത മത്സരം മൂലം ആഭ്യന്തര റോബോട്ട് നിർമ്മാണ കമ്പനികൾക്ക് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. സോളാർ, ബാറ്ററി, ഇലക്ട്രിക് വാഹന മേഖലയിൽ സ്വീകരിച്ച അതേ തന്ത്രമാണ് റോബോട്ടിക്സിലും ചൈന പിന്തുടരുന്നത്. കുറഞ്ഞ ചെലവിൽ വൻതോതിൽ ഉൽപാദനം നടത്തി ആഗോള വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. 2025 കണക്കുകൾ പ്രകാരം ലോകത്ത് വിതരണം ചെയ്യുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഏകദേശം 90% ചൈനീസ് കമ്പനികളിൽ നിന്നാണ്. അമേരിക്കൻ കമ്പനികളെക്കാൾ ടെസ്ലയുൾപ്പെടെ നിരവധി മേഖലകളിൽ ചൈനീസ് കമ്പനികൾ മുന്നിലാണ്. ഇപ്പോൾ ചൈനയിൽ 440-ലധികം ഹ്യൂമനോയിഡ് റോബോട്ട് നിർമ്മാതാക്കളുണ്ട്. കൂടാതെ പേറ്റന്റുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തെ മികച്ച 10 റോബോട്ടിക്സ് സ്റ്റാർട്ടപ്പുകളിൽ 6 ചൈനീസ് കമ്പനികളാണ്. റോബോട്ടുകൾക്ക് ആവശ്യമായ ബാറ്ററികൾ, മോട്ടോറുകൾ, സെൻസറുകൾ, ക്യാമറകൾ തുടങ്ങി പ്രധാന സാങ്കേതിക ഘടകങ്ങളുടെ നിർമ്മാണത്തിലും ചൈന ശക്തമായ സ്ഥാനം നേടിയിട്ടുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ള ഇന്ത്യ പോലൊരു രാജ്യത്ത് കുറഞ്ഞ വിലയിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വ്യാപകമായി എത്തുകയാണെങ്കിൽ നിർമ്മാണം, വ്യവസായം, സേവന മേഖലകൾ എന്നിവയിൽ വലിയ തൊഴിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. മനുഷ്യർ ചെയ്യുന്ന പല ജോലികളും റോബോട്ടുകൾ ഏറ്റെടുക്കുന്ന സാഹചര്യം രൂപപ്പെട്ടാൽ തൊഴിൽ വിപണിയിൽ സമ്മർദ്ദം വർദ്ധിക്കാമെന്നാണ് വിലയിരുത്തൽ. മറ്റൊരു പ്രധാന ആശങ്ക ദേശീയ സുരക്ഷയാണ്. ക്യാമറകളും വിവിധ സെൻസറുകളും ഉപയോഗിച്ച് നിരന്തരം വിവരങ്ങൾ ശേഖരിക്കുന്ന റോബോട്ടുകൾ ചാരപ്രവർത്തനത്തിനോ വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗത്തിനോ വഴിയൊരുക്കുമെന്ന ആശങ്ക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം റോബോട്ടിക്സിലും നിർമ്മിത ബുദ്ധി മേഖലയിലും വളർന്നുവരുന്ന ഇന്ത്യൻ കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ചൈനയുടെ ഈ മുന്നേറ്റം കടുത്ത മത്സരമാകും. ഭാവിയിൽ ഇന്ത്യക്കും ഈ മേഖലയിൽ ചൈനയെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന രാജ്യത്തിന്റെ വ്യവസായ പദ്ധതികൾക്കും വലിയ വെല്ലുവിളി ഉയർന്നേക്കും. ഇലക്ട്രിക് വാഹനങ്ങളിലും സോളാർ പാനലുകളിലും കണ്ടതുപോലെ റോബോട്ടിക്സിലും ചൈന ആഗോള വിപണി കീഴടക്കുമോ? അതോ സുരക്ഷയും ആഭ്യന്തര വ്യവസായ സംരക്ഷണവും മുൻനിർത്തി വിവിധ രാജ്യങ്ങൾ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമോ? ഈ മത്സരത്തിന്റെ ഫലം സാങ്കേതിക ലോകത്തിന്റെ അടുത്ത ദശകം നിർണ്ണയിക്കുമെന്നതാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.